നൽകിയത്. അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണ് വിനോദ് നൽകുന്നത്. എവിടെയാണ് സിദ്ദിഖ് എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ സിദ്ദിഖിന്റെ വീട്ടിൽ സിദ്ദിഖ് ഇല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അവിടെയായിരുന്നു നേരത്തെ നവമി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സിദ്ദിഖ് മറ്റൊരു ഹോട്ടലിലുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ സിദ്ദിഖ് ഉണ്ട് എന്ന് സംശയിക്കുന്ന ഹോട്ടലിന് മുന്നിൽ നിന്നും നവമി ദിനേശ് നമുക്കൊപ്പം ചേരുകയാണ്. നവമി, സിദ്ദിഖ് ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നറിയുന്നു. ഒരുപക്ഷെ ഈ സാഹചര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതായിരിക്കാം. ഇപ്പോൾ സിദ്ദിഖ് എവിടെയുണ്ട് എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. നവമി നിൽക്കുന്ന ഹോട്ടലിന് ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? രണിക, ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണെന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിലുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മൾ ഇവിടെ വന്ന് മണിക്കൂറുകൾ കഴിയുന്നു. പക്ഷേ സിദ്ദിഖ് ഇവിടെ ഇല്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് ഹോട്ടലിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ, അല്ലെങ്കിൽ എറണാകുളം വിട്ട് സിദ്ദിഖ് പോയിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോഴും ഈ ഹോട്ടലിൽ തന്നെയാണോ സിദ്ദിഖ് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ അന്വേഷണ സംഘം എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സിദ്ദിഖ് ഈ ഹോട്ടലിലില്ല. നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് ഹോട്ടൽ ഉടമകളും മറ്റ് ജീവനക്കാരും പറയുന്നത്. പിന്നെയെങ്കിൽ എവിടെയായിരിക്കും സിദ്ദിഖ് എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും പടമുകളിലുള്ള വീട്ടിലുണ്ടായിരുന്നു സിദ്ദിഖ്. പിന്നീട് ഈ കേസ് പരിഗണിച്ചതിന് ശേഷമാണ് അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത്. പിന്നീട് അറിയുന്നു കോടതി ജാമ്യ ഹർജി തള്ളിയെന്ന്. അതിനുശേഷം സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പക്ഷെ ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ സംഘം ആലുവ റൂറൽ പരിധിയുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. സിദ്ദിഖ് നെടുമ്പാശ്ശേരി ഭാഗത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ആലുവ റൂറൽ പോലീസിന്റെ പരിധിയിലും ഈ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും പോലീസുകാർക്ക് കൃത്യമായി അറിയില്ല, മാധ്യമങ്ങളോട് പറയുന്നില്ല എവിടെയാണ് സിദ്ദിഖ് ഉള്ളതെന്ന്. എന്തായാലും സിദ്ദിഖ് കൊച്ചി വിട്ട് പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഇനി ചിലപ്പോൾ ഇന്ന് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ പോകുന്നതിന് വേണ്ടിയിട്ടാണോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വന്നതാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ലുക്കൌട്ട് നോട്ടീസ് വിമാനത്താവളങ്ങളിൽ ഉള്ളതിനാൽ, പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ താമസിക്കുന്നത്. അദ്ദേഹം ചിലപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഏത് വിധത്തിലാണ്, സിദ്ദിഖ് എവിടെയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. നമുക്കിപ്പോഴും അതിലൊരു കൃത്യത പറയാൻ സാധിക്കുന്നില്ല. നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ട് എന്നുള്ളൊരു വിവരം മാത്രമാണ്. നമ്മളിവിടെ 2-3 ഹോട്ടലുകളിൽ കയറി ചോദിച്ചിരുന്നു. പക്ഷെ അവിടെ എങ്ങും സിദ്ദിഖ് എത്തിയില്ല എന്നുള്ളൊരു വിവരമാണ് ഈ ഹോട്ടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എങ്കിൽ പോലും നമ്മളിപ്പോഴും തുടരുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടെന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷേ ഹോട്ടൽ അധികൃതരോ മറ്റുള്ളവരും ഒക്കെ ഇത് നിരസിക്കുന്നുണ്ട്. ഇവിടെ സിദ്ദിഖ് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എങ്കിൽ പിന്നെ എവിടേക്കായിരിക്കും സിദ്ദിഖ് പോയിരിക്കുക? ഇനി അന്വേഷണ സംഘത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണോ? അന്വേഷണ സംഘം നേരിട്ടെത്തി സിദ്ദിഖുള്ളിടത്ത് പോയി അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കമാണോ? അതോ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമായിരിക്കുമോ അറസ്റ്റ് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ബാക്കിയാകുന്നത്. എന്തായാലും സിദ്ദിഖിന് എറണാകുളത്ത് 2 വീടുകളാണുള്ളത്. ഒന്ന് കാക്കനാട് പടമുകളിലുള്ള വീടും മറ്റൊന്ന് ആലുവയിലുള്ളൊരു കുടുംബ വീടും. ഈ 2 വീടുകളിലും സിദ്ദിഖ് എത്തിയിട്ടില്ല. ആലുവയിലെ വീട്ടിൽ പോലീസ് സംഘം എത്തി ആ വീട്ടിൽ അന്വേഷിച്ചിരുന്നു. പക്ഷെ അവിടെ സിദ്ദിഖ് ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ മറ്റെവിടെയായിരിക്കും സിദ്ദിഖ് ഉള്ളത് എന്നുള്ള ചോദ്യമാണ്. ചിലപ്പോൾ അഭിഭാഷകൻ മുഖേനയായിരിക്കും അന്വേഷണ സംഘത്തെ ബന്ധപ്പെടുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ സിദ്ദിഖ് എവിടെയാണെന്നതിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാൻ കഴിയും. എന്തായാലും മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിലാണ് സിദ്ദിഖ് എവിടെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വരുന്നില്ല. അദ്ദേഹത്തിന്റെ താമസ സ്ഥലങ്ങളിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഉണ്ട് എന്ന് കരുതുന്ന ഹോട്ടലുകളിൽ ന്യൂസ് 18 സംഘം എത്തിയിരുന്നു. എന്നാൽ അവിടെയും സിദ്ദിഖ് ഇല്ല എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ